ഭഗവാൻ തൻ്റെ വാക്കുകളാൽ എങ്ങനെയാണ് ചേർത്തുപിടിക്കുന്നത്. കരയുന്ന കണ്ണുകൾക്ക് ആശ്വാസമായും തളരുന്ന ഹൃദയത്തിന് ധൈര്യമായും അവൻ എന്നും നമുക്ക് കാവലായുണ്ട്. ഒരു ഭക്തന്റെ ഹൃദയം ഉരുകിയുള്ള വിളിക്ക് ഭഗവാൻ നൽകുന്ന മറുപടി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിറയ്ക്കുന്ന ശബ്ദത്തോടെ ഒരു ഭക്തൻ ചോദിക്കുന്ന സങ്കടങ്ങളും അതിന് സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ഭഗവാൻ നൽകുന്ന ശാന്തമായ ഉത്തരങ്ങളും. ഇതാ ഒരു ഭക്തന്റെയും ഭഗവാന്റെയും ആത്മബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്ന ആ നിമിഷങ്ങളിലേക്ക് നമുക്ക് മനസ്സിനെ കൊണ്ടുപോകാം. ഗുരുവായൂരപ്പ, ഉണ്ണിക്കണ്ണ, കേൾക്കുന്നുണ്ടോ എൻ്റെ വിളി? എല്ലാവരും ഉറങ്ങിക്കാണും. പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഭഗവാനെ. ഉള്ളിലൊരു കടലിരമ്പുകയാണ്. ആരോട് പറയും? ആര് കേൾക്കും? ലോകം മുഴുവൻ കീഴടക്കിയ നിനക്ക് എൻ്റെ ഈ ചെറിയ ഹൃദയത്തിലെ സങ്കടം കാണാൻ കഴിയില്ലേ? കൃഷ്ണ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയാണ്. എടുത്ത കടങ്ങൾ മല പോലെ വളരുന്നു ഭഗവാനെ. ഓരോ ദിവസവും നേരം വെളുക്കുന്നത് കടക്കാരുടെ വിളികൾ പേടിച്ചാണ്. എൻ്റെ മക്കൾക്ക് ഒരു നല്ല ഭാവി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്നു കൃഷ്ണ. അധ്വാനിച്ചിട്ടും ഒന്നിനും തികയുന്നില്ല ഭഗവാനെ. നീ തന്നെയല്ലേ സമ്പത്തിൻ്റെ അധിപൻ. പിന്നെന്തേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ശരീരം തളരുന്നു, മനസ്സ് അതിലും വേഗത്തിൽ തളരുന്നു. ചുറ്റുമുള്ളവർക്ക് ഞാൻ വെറുമൊരു യന്ത്രം മാത്രമായി മാറുന്നു കണ്ണ. ആരും ചോദിക്കാനില്ല നിനക്ക് സുഖമാണോ എന്ന്. ഉള്ളിലൊരു തീയാണ്. സമാധാനമായൊന്ന് ശ്വാസം വിടാൻ പോലും പേടിയാണ്. എനിക്ക് അസുഖം വന്നാൽ എൻ്റെ കുടുംബം തെരുവിലാകില്ലേ? എന്നെ താങ്ങാൻ നിന്റെ ആ കരുണയുള്ള കൈകളൊന്ന് നീട്ടുമോ? വിശ്വസിച്ചവരൊക്കെ തള്ളിപ്പറയുകയാണ് ഭഗവാനെ. കൂടെയുണ്ടെന്ന് പറഞ്ഞവർ ലാഭം നോക്കി വഴിപിരിഞ്ഞു. സ്നേഹത്തിനിവിടെ വിലയില്ലേ കൃഷ്ണ? ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഈ ലോകത്ത് ഞാൻ എങ്ങോട്ട് പോകും? എല്ലാവരുടെയും മുന്നിൽ ചിരിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് കരയണം. നിന്റെ പാദങ്ങളിൽ വീണ് അലറിക്കരയണം. നാളെയെ ഓർക്കുമ്പോൾ ഭയമാണ്. ലോകം എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും? അവരെ കാക്കാൻ നീ കൂടെയുണ്ടാകണേ. എനിക്ക് വലിയ സമ്പത്തോ പദവിയോ വേണ്ട കണ്ണ. സമാധാനത്തോടെ ഒന്നുറങ്ങാൻ മാത്രം എന്നെ അനുഗ്രഹിക്കണേ.